ഹായ് ഓൾ, ഇന്ന് നമുക്ക് മെറ്റാമാസ്കിൽ യുബിറ്റ് സ്മാർട്ട് ചെയിൻ എങ്ങനെ ആഡ് ചെയ്യാമെന്നും അതുപോലെ യുബിറ്റ് സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോമിൽ ഒരു ഐഡി എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നും നോക്കാം. ആദ്യമായിട്ട് മെറ്റാമാസ്ക് ഡൗൺലോഡ് ചെയ്ത് ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക. മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് താഴെയായിട്ട് ഏറ്റവും താഴെയായിട്ട് നാലാമതൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ഒരു ബ്രൗസർ ഐക്കൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ബ്രൗസർ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഈ സെർച്ച് URL നമ്മൾ എന്ത് ചെയ്യുക, യുബിറ്റ് സ്കാൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ubitscan.io എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് കൊടുക്കുക. സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലോക്ക് ചെയിൻ്റെ പേജ് നമുക്ക് വരും. ഈ പേജിലെ ഏറ്റവും അവസാനമായിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ആഡ് യുബിറ്റ് സ്മാർട്ട് ചെയിൻ എന്ന് കാണും. ആഡ് യുബിറ്റ് സ്മാർട്ട് ചെയിൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കൺഫർമേഷൻ നോട്ടിഫിക്കേഷൻ വരും. കൺഫേം കൊടുക്കുക. സ്വിച്ച് നെറ്റ്വർക്ക് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പോപ്പപ്പ് വരുമ്പോൾ ഗോട്ട് ഇറ്റ് കൊടുക്കുക. ഇവിടെ നമ്മുടെ റൈറ്റ് സൈഡിൽ ഏറ്റവും മേലെയായിട്ട്, വലതുഭാഗത്ത് ഏറ്റവും മേലെയായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ യു എന്ന് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ സെർച്ച് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ubit.unitymeta.io എന്ന് ഒന്നുകൂടെ സെർച്ച് ചെയ്യുക. ubit.unitymeta.io എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ കണക്റ്റ് വാലറ്റ് ഓപ്ഷൻ വരും. ഇവിടെ കണക്റ്റ് കൊടുക്കുക. ലോഗിൻ ID പാസ്വേഡ് അടിച്ച് ID രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പേജിലേക്കായിരിക്കും നമ്മൾ വന്നിട്ടുണ്ടാവുക. ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് രജിസ്റ്റർ എന്ന് കാണാൻ പറ്റും. രജിസ്റ്റർ ക്ലിക്ക് ചെയ്യാം. രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ റെഫറൽ ID ചോദിക്കും. ആരാണോ നമ്മളെ റെഫർ ചെയ്തത് അവരുടെ റെഫറൽ നെയിം അവർ തന്നിട്ടുണ്ടാവും. അത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാം. ആ റെഫറൽ ID ക്ലിക്ക് ചെയ്ത് ഡണ്ണ് കൊടുക്കുമ്പോൾ താഴെ അവരുടെ നെയിം, ഇതുപോലെ സിയാദ് TV, അതുപോലെ നിങ്ങൾ ആരാണോ റെഫർ ചെയ്ത് അവരുടെ നെയിം വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നമ്മുടെ ഫുൾ നെയിം ഇവിടെ കൊടുക്കുക. നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ലോഗിൻ യൂസർ ID, അതായത് പുതിയൊരാളുകൾക്ക് ഇനി നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ എന്താണോ അവർക്ക് റെഫറൽ ID ആയിട്ട് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പേര് നിങ്ങളിവിടെ കൊടുക്കുക. എന്തും കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഡമ്മി ആയിട്ട് ഒരു ID കൊടുക്കുന്നുണ്ട്. ഇതായിരിക്കും നിങ്ങൾ ഇനി പുതിയൊരാൾക്ക് നിങ്ങളുടെ റെഫറൽ ID ആയിട്ട് കൊടുക്കുക. ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ഈ ഒരു യുബിറ്റിൻ്റെ എല്ലാ വെബ്സൈറ്റും ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഈ ഒരു യൂസർ ID പാസ്വേഡാണ് നമുക്ക് വേണ്ടത്. സോ എല്ലാത്തിനും യൂസ് ചെയ്യുന്ന ഒരു കോമൺ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. യുബിറ്റ് സ്മാർട്ട് ചെയിനിൽ ഓൾറെഡി നമ്മുടെ സ്മാർട്ട് ചെയിൻ വന്നിട്ടുണ്ടാവും. ഇനി രജിസ്റ്റർ കൊടുക്കുക. നമ്മുടെ രജിസ്ട്രേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പേജ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ കൊടുത്ത മെയിൽ അഡ്രസ്സിലേക്ക് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മെയിലായിട്ട് ഈ ഒരു സമയം കൊണ്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു അക്കൗണ്ടിലേക്ക് എങ്ങനെ ലോഗിൻ ചെയ്യാമെന്നും കൂടെ നോക്കാം. ഈ ഒരു പേജിൻ്റെ താഴെ പോകുമ്പോൾ നമുക്കൊരു ലോഗിൻ ഓപ്ഷൻ കാണാം. അവിടെ ലോഗിൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ അവിടെ എന്താണോ ലോഗിൻ യൂസർ ID ആയിട്ട് കൊടുത്തത് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പാസ്വേഡ്, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് കൂടെ അടിച്ചു കൊടുക്കുക. സൈൻ ഇൻ കൊടുക്കുക. നമ്മൾ നമ്മുടെ IDയിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ യുബിറ്റ് സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ID ക്രിയേറ്റ് ചെയ്യലും IDയിലേക്ക് ലോഗിൻ ചെയ്യാനും അതുപോലെ തന്നെ യുബിറ്റ് സ്മാർട്ട് ചെയിൻ ആഡ് ചെയ്യാനുള്ള വീഡിയോ. താങ്ക് യു.